ഇലക്ട്രിക് ഓട്ടോ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ആക്റ്റീവ് ബാലൻസിനെ കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഞാനൊരു ഈ മൈലേജ് എങ്ങനെ നിലനിർത്താമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ബാലൻസ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് വെച്ചാൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. നിലവിൽ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാത്തതാണ്. ഇതിപ്പം വരുന്നത് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഫോണിൽ ഇതിൻ്റെ 32 സെല്ലിൻ്റെ ഹിസ്റ്ററി കാണാൻ പറ്റും, ബാറ്ററീൻ്റെ കപ്പാസിറ്റി എങ്ങനെയൊക്കെ കാണാൻ പറ്റും. എല്ലാം ഈ ഫോണിൽ കാണാൻ കഴിയും. പിന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അറിയുന്ന ആൾക്കാർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതേമാതിരി തന്നെ നമ്മളെ വാട്സപ്പിൽ ഈ മെസ്സേജ് അയച്ചാൽ മതി. കഴിയുന്ന ആൾക്കാർ അറിയുന്നവർ മാത്രം ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പിന്നെ അഥവാ വേണമെങ്കിൽ അവിടെ വന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 6,500 വരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഒരു സർവീസ് ചാർജ് ഉണ്ടാവും, ഫിറ്റ് ചെയ്യുന്ന ചാർജും കൂടിയാണ് വരിക. കുറേ സ്ഥലത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചിലതൊക്കെ ഇതിന് വണ്ടിക്ക് സപ്പോർട്ട് ആവില്ല. ഇത് വണ്ടിക്ക് മഹേന്ദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആക്റ്റീവ് ബാലൻസ് ആണ് വരുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് കൂടാണ്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഈ 32 സെല്ലും ഒരേമാതിരി ഈക്വലായി നിൽക്കുകയും ചെയ്യും. പിന്നെ കമ്പനി പോയിട്ട് 30,000 60,000 കിലോമീറ്റർ പോയിട്ട് സെൽ ബാലൻസിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ തന്നെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ അവിടെ വന്ന് ചെയ്ത് കൊടുക്കുന്നത് അത് ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ സർവീസ് ചാർജും കൂടി ഞങ്ങൾ വാങ്ങലുണ്ട്. പിന്നെ ഈ കാണിച്ച ഈ വയറുകളൊക്കെ നമ്മൾ നെട്ടും വോൾട്ടൊക്കെ ഊരിയെടുത്ത് നല്ല സേഫ്റ്റി ആയിട്ട് മുകളിലേക്ക് എടുത്തേക്കുക. വോൾട്ടേജ് ഉള്ള സാധനമാണ്. ചെയ്യേണ്ട കാര്യങ്ങളാണത്. ഇതങ്ങോട്ട് എടുക്കണം. അപ്പോൾ അത് ഈ സ്ക്രൂകളൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. പിന്നെ ആണെങ്കിൽ 32 സെല്ലിനും കണക്ട് ചെയ്യുക. ഓരോരോ വയർ ആ ഡിവൈസിൽ നിന്ന് എടുത്തിട്ട് ഇതേമാതിരി ഇൻസുലേഷൻ അടിക്കണം. നമ്മൾ ഊരിയെടുക്കുന്നതിനൊക്കെ എന്ന് വെച്ചാൽ വോൾട്ടേജ് ഉണ്ടാകുന്നതാണ്. രണ്ട് ഷോർട്ടായി പോയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻസുലേഷൻ അടിക്കുക. അതിന് ശേഷം ഈ സൈഡത്ത് ഓരോ വണ്ടീൻ്റെ മോഡൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് പഴയ മോഡൽ വണ്ടിയാണ്. അധികം വാറണ്ടി കഴിഞ്ഞ വണ്ടികളാണ് കൂടുതലും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഏത് ഓട്ടോ ആവട്ടെ, ഇപ്പം ബജാജ് ആട്ടെ, അതേമാതിരി മോണ്ട്ര ആട്ടെ, ആപ്പേൻ്റെ സിറ്റി എപ്പസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഉണ്ട്. പിന്നെ OSMൻ്റെ ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ സൂട്ട് ചെയ്യുന്ന മാർക്കറ്റിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാതിരി ഇതിൻ്റെ സെല്ല് ഇറങ്ങിയിട്ടുണ്ട്. 100 ആഴ്ചൻ്റെ സെല്ല് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചില സൈറ്റുകളൊക്കെ ഉണ്ട്, വാങ്ങാൻ കിട്ടുന്നുണ്ട്. ചില ലോക്കൽ സാധനങ്ങളുണ്ട്, വില കുറഞ്ഞതൊക്കെ ഉണ്ട്. പിന്നെ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ നോക്കുക. സെല്ലുകളൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ലോക്കൽ ഐറ്റംസ് ഉണ്ട്. കുറേ ആൾക്കാർ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. 1500, 1600, 2000 ചോടുള്ള പല സെല്ലുകളുണ്ട്. എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കമ്പനി സാധനം എടുക്കാൻ നോക്കുക. ഒരു 2500 അടുത്തൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. നമുക്ക് വണ്ടിക്ക് യൂസ് ചെയ്യാം. മറ്റേതൊക്കെ നമ്മൾ ഇൻവേർട്ടറിനൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലുകളും മാർക്കറ്റിലുള്ളതാണ്. എന്തെല്ലാം സാധനം വേണമെങ്കിലും നമ്മൾ പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. 32 സെല്ലിൽ ഓരോന്നും വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിൻ്റെ അകത്തുനിന്ന് ഇത് കണക്ട് ചെയ്യുകയാണ്. അതിപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നീല ലൈറ്റ് കത്തുന്നുണ്ട്, മഞ്ഞ ലൈറ്റും കത്തുന്നുണ്ട്. നീല ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതോ മഞ്ഞ വരുന്നത് ഇപ്പോൾ റണ്ണിങ് ചെയ്തും കൊണ്ടിരിക്കുക, സെൽ ബാലൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ 32 സെല്ലും കണക്ട് ചെയ്ത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അവിടെ കുലുക്കല്ലാണ്ടിരിക്കണം. ജർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കുക, പാക്കിംഗ് ആക്കി വെക്കുക. ഇതേമാതിരി നല്ല പാക്കിംഗ് ആക്കി വെക്കുക. ഇതിപ്പം റണ്ണിങ് നടന്നും കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉള്ളിൽ ചെയ്യുന്ന സെറ്റിങ്സ്. ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഈ വയറുകൾ നമ്മൾ ഷോർട്ടായിട്ട് കത്തിപ്പോകാണ്ടിരിക്കണം. ശ്രദ്ധിക്കുക. കുറേ ആൾക്കാർ കൊടുത്തയച്ചിട്ട് അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറേ ഇതുണ്ട്. അപ്പോൾ എല്ലാം ഊരി കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ആപ്പ് തുറന്നു കഴിഞ്ഞാൽ
ആപ്പിൽ ഇതിപ്പോൾ കണക്ട് ചെയ്താണ്. ഇപ്പം കണ്ടില്ല 16 സെല്ല് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒക്കെ നല്ല സെല്ല് ക്ലിയർ ആണ്. എല്ലാ സെല്ലിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ ആക്റ്റീവ് ബാലൻസ് ഫിറ്റ് ചെയ്തതിലുള്ള ഡിസ്പ്ലേയിൽ ഫോണിൽ കാണുകയാണ്. അതിലിപ്പം 3.2 വോൾട്ട് കാര്യങ്ങളിപ്പോൾ റൺ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ബാലൻസ് നടന്നും കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ നമുക്ക് ഇനിയിപ്പോൾ സെറ്റ് ബാലൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് ചെയ്യുന്നതിൻ്റെ വോൾട്ടേജ് ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ ഓരോരോ സെല്ലിലേക്ക് എത്ര വോൾട്ടേജ് കറക്റ്റായി പോകുന്നതും ഒക്കെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മളെ ഇലക്ട്രിക് ഓട്ടോ എടുത്ത ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇതേമാതിരി ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതേമാതിരി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 7 മണിക്ക് ശേഷം വൈകുന്നേരം ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ പുതിയ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.